കർത്താവിന് വേണ്ടി ജീവിച്ച് മരിച്ചവര് നമ്മൾ രക്തസാക്ഷികൾ എന്ന് പറഞ്ഞു. രണ്ടാമത്തെ ഘട്ടത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ലോകത്തിൽ മരിച്ചവരുണ്ട്. അവരെ വിളിക്കുന്ന പേരാണ് വൈറ്റ് മാർട്ടിയേഴ്സ്. സന്യാസി വിഭാഗത്തിൽപ്പെട്ടവരൊക്കെ വൈറ്റ് മാർട്ടിയേഴ്സ് എന്നാണ് അറിയപ്പെടുന്നത്. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ലോകത്തിൽ മരിച്ച ആളുകൾ, ലോകത്തിന്റെ സന്തോഷത്തിലും ലോകത്തിന്റെ മായാജാലങ്ങളിലും ലോകം നീട്ടിക്കൊടുക്കുന്ന സൗഭാഗ്യങ്ങൾ വേണ്ടെന്ന് വെച്ച് കർത്താവിനെ പ്രതി എല്ലാം ത്യാഗം ചെയ്ത് ജീവിക്കുന്ന ഒരു കൂട്ടം ആളുകൾ. മക്കാരിയോസ് എന്ന സന്യാസിയെ ആ തരത്തിലാണ് അറിയപ്പെടുന്നത്. ഇങ്ങനെ ജീവിച്ച് മരിക്കുന്ന ആളുകൾക്ക് പറയുന്ന ഒരു പേരാണ് അത്ലറ്റ്, കായിക താരം. ഇത് സന്യാസത്തിൽ നിരന്തരം ഉപയോഗിക്കുന്ന ഒരു പദമാണ്. വിശ്വാസം കാത്തു സൂക്ഷിച്ച ആളുകൾ, ആഴമായ വിശ്വാസത്തിന് വേണ്ടി ജീവിച്ച ആളുകൾ, ജീവിതം തന്നെ പരിത്യാഗമായി ജീവിച്ച ആളുകൾ, അങ്ങനെ ഉള്ളവരെ സന്യാസ രചനകളിൽ കായിക താരം അല്ലെങ്കിൽ അത്ലറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. അത്തനേഷ്യസ് എന്ന സഭപിതാവിന് ഈ നാമധേയത്തിലാണ് സഭ വിളിച്ചുകൊണ്ടിരുന്നത്, അത്ലറ്റ്. കാരണം അന്നത്തെ തെറ്റായ പഠിപ്പിക്കലിനെതിരെ സഭയുടെ വിശ്വാസം കാത്തു സൂക്ഷിച്ചതായ സഭപിതാവ്, വിശ്വാസത്തിന് വേണ്ടി ത്യാഗം ചെയ്തതായ സഭപിതാവ്, യേശു കർത്താവിന്റെ ദൈവത്വം ഉയർത്തി പഠിപ്പിച്ചതായ സഭപിതാവ്. ആ തരത്തിൽ അത്തനാഷ്യസിന് അത്ലറ്റ് എന്ന നാമത്തിന് അറിയപ്പെട്ടു. മറുഭാഗത്ത് അലക്സാൻഡ്രിയയിലെ മക്കാരിയോസ്, അദ്ദേഹത്തെയും കായിക താരം എന്ന് അറിയപ്പെടുന്നത്. തന്റെ പരിത്യാഗ ജീവിതത്തിലൂടെ ലോകത്തിന്റെ സൗന്ദര്യത്തെ നിരോധിച്ചുകൊണ്ട് വിശ്വാസത്തിന് വേണ്ടി നിലനിന്നതായ മക്കാരിയോസ്. ഈ തരത്തിൽ ജീവിച്ച് മരിക്കുന്നതായ കായിക താരങ്ങളെയാണ് ഈ നോയമ്പ് കാലങ്ങളിൽ നമുക്ക് ആവശ്യം. ഇത് സഭപിതാക്കന്മാരിലോ സന്യാസിമാരിലോ മാത്രം ഒതുങ്ങുന്നതല്ല. സഭയുടെ ആഗമന വിശ്വാസികൾ നോയമ്പ് കാലം കാത്തു സൂക്ഷിക്കേണ്ട കാര്യമാണ്. നോയമ്പ് കാലത്ത് പലതിനോടും വേണ്ട എന്ന് പറയുവാൻ, കർത്താവിന് വേണ്ടി പരിത്യാഗത്തോടെ ജീവിക്കുവാൻ, ആ പരിത്യാഗ ജീവിതത്തിൽ വിശ്വാസത്തെ ഉയർത്തി കാണിക്കുവാൻ, എന്റെ വിശ്വാസത്തെ പ്രതി ബാക്കിയെല്ലാം മായയാണെന്ന് ചിന്തിക്കുവാനാണ് നമുക്കിടയായി തീരണം. ഈ നോയമ്പ് കാലം അതിന് നമ്മളെ സഹായിക്കും.